കണ്ടോ പിന്നെയും സാധനങ്ങൾ മിസ്സായി. എനിക്ക് ഉറപ്പോ ഇവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ തന്നെയായിരിക്കും അടിച്ചു മാറ്റിട്ടുണ്ടാവുള്ളൂ. എല്ലാ സാധനങ്ങളും പോയല്ലോ ഈശ്വര. സാധനവും കാണാനില്ല. സത്യം പറഞ്ഞോ എന്റെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ അതിനകത്ത് പകുതി മുക്കാൽ സാധനങ്ങളും ഇല്ല. അത് എനിക്കെങ്ങനെ അറിയാം? നീ അല്ലാടെ എടുത്തത്? ഞാനൊന്നുമല്ല. ശേഷം മര്യാദക്ക് സത്യം പറഞ്ഞോ. എന്തോ കാര്യം എന്തുവാ? എന്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും കാണാനില്ല. എനിക്കറിയൂ കേശേ, ഞാൻ കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളായിട്ട് എന്നെ മിസ്സായിക്കൊണ്ടിരിക്കുക. നീ എടുത്തു കാണൂലെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ പുറകിലത്തെ ചുവന്ന കരങ്ങൾ നിന്റെ ആയിരിക്കും. എന്റെ അല്ല. പിന്നെ ആരുടെ? വിളിക്കടാ. അവളുടെ കഴുത്തൊട്ടും വിളിക്കടാ. ശിവ ചേച്ചി ഒന്ന് ഫ്രണ്ടിൽ കയറിക്കോ പ്ലീസ്. അയ്യാത്തോണ്ടാ. ഇവിടെ വാ. മര്യാദക്ക് ഇവിടെ വന്നോ. ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുവോ? ഞാൻ അങ്ങോട്ട് വരാം. ചേച്ചി എന്തിനാ വെറുതെ നടന്നൊക്കെ ബുദ്ധിമുട്ടണല്ലേ? എന്ത് പറ്റി ചേച്ചി? എന്റെ അമ്മേ, സത്യം പറഞ്ഞു എന്റെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ. വിടലച്ചു. സത്യം പറ എന്റെ മേക്കപ്പ് സാധനങ്ങളോടെ. അറിയില്ലെന്നാ നീ എടുക്കോളൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞോ. എടുത്തിട്ട് വാ. കഴിഞ്ഞല്ലേ ദാ ചേച്ചി. എല്ലാം കറക്റ്റ് ആയിട്ടില്ലേ? ചേച്ചി സത്യമായിട്ട് ഞാൻ എടുത്തത് കീഴത്ത് വെച്ചിട്ടുണ്ടായി. അയ്യോ സത്യമായിട്ട് കളിക്കരുത്. സത്യം പറഞ്ഞു. ഞാനെടുത്ത ഒരു ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, ബ്ലഷ് അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കൊല്ലം കേശു താടാ എടുത്തിട്ട് താടാ ഇറങ്ങി പോടാ. മേക്കപ്പ് സാധനങ്ങൾ കിട്ടില്ലെങ്കിൽ ഇവിടെ അലമ്പാവും കേട്ടാ. കേശു എടുത്തിട്ടുണ്ടെങ്കിൽ താടാ. നല്ലോണം വിളിക്കണ എന്തിനാണ്? ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ എന്റെ അങ്ങനെ നോക്കണേ. അമ്മച്ചാൻ ഞാൻ എടുത്തിട്ടില്ല. ദേഹത്തെല്ലാം കൈവയ്ക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ നോക്കിക്കോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താ അത്? പാറുവാണെന്ന് മനസ്സിലായി. പാറുവിനെ പാറോല കിടക്കണം. കൊച്ചുറങ്ങിയായിരുന്നെങ്കിൽ ഈ സമയത്ത് ചാടി ജയിച്ച് വന്നേ. പക്ഷെ ഇത് ഉറങ്ങിയല്ലേ. അവൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല. ഞാൻ ആ റൂമിലെത്തപ്പത്തേ അവള് ചാടി ഇങ്ങനെ കിടപ്പം കിടന്ന്. ചേച്ചിയുടെ മേക്കപ്പ് സെറ്റ് ഇല്ലേ? ആരോ മക്കളെ, എന്റെ പൊന്നുമോളെ കിടന്നു അടങ്ങണക്ക്. എണീക്കടാ എണീക്കടാ എണീക്ക്. കൈ കയറില്ലല്ലോ.
അപ്പാടിയേ. കനയാൻറ്റി എപ്പോഴാ മധുരന്ന് വന്നേ? അപ്പായിക്ക് സുഖമാണോ? ചേട്ടാ ചേട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല മക്കളെ, അമ്മ അടച്ചു പൂട്ടിയത്. ആണോ? ലച്ചേച്ചി എപ്പോഴാ കുഴപ്പത്തുനിന്ന് വന്നേ? ഭാഗ്യം, എപ്പോഴാ പിറന്നേന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം സുഖമാണോ? ശിവചേച്ചി എന്നാ ചെന്നൈന്ന് വന്നേ? ഇപ്പൊ വന്ന് കേറിയുള്ളൂ മക്കളെ. ആണോ? സിദ്ധളിയ? ഞാൻ ദുബായിൽ വന്നിട്ട് 3-4 മാസമായി. ആണോ? മക്കൾ ഉറങ്ങുമായിരുന്നോ? അങ്ങ് ഉറങ്ങിപ്പോയി. നമുക്ക് മനസ്സിലായി കേട്ടോ. ഇനി ബാക്കി കാര്യം പറ. എന്തോന്ന് കാര്യം? മക്കളുടെ പ്രകടനം കഴിഞ്ഞെങ്കില് എന്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തതാ. മേക്കപ്പ് സാധന ഞാനൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞോ? എവിടെ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ? ഞാനൊന്നും എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. കൊച്ചെ കളിക്കടാ നീ. എന്റെ ജീവൻ ഇരിക്കുന്നത് നിന്റെ കയ്യിലാണ്. മക്കൾ എടുത്തെങ്കിൽ തിരിച്ചു കൊടുക്കടാ പ്ലീസ്. ചക്കര ഇല്ലടാ, കൊടുക്കടാ. ചേച്ചിയല്ല എടുത്തേ. ഞാൻ എടുത്തിട്ട് മാറ്റി അവിടെ ഒളിപ്പിച്ചു വെച്ച്. പിന്നെ അവിടെ നിന്ന് ആരെടുത്തേ? കേശവനായിരിക്കും. മര്യാദക്ക് പറഞ്ഞു. കേശവേ, ആ ചൂരെടുത്തോണ്ട് വേടാ. കുറെ നാളെ മനസ്സറിഞ്ഞ കൊടുത്തിട്ട് മര്യാദക്ക് സത്യം പറ. എവിടെ സാധനങ്ങൾ? വേണ്ട ചേച്ചി, ഞാൻ പറയാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് വാ പോയി. എടുത്തിട്ട് വരാം. നിങ്ങളൊക്കെ കക്ക നിക്കണെന്തിനാ? ചോദിച്ചാൽ എടുത്ത് തരുമല്ലോ. ചോദിച്ചിട്ട് തന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ കട്ടെ. ഒരു 5-6 തവണ പുറകെ നടക്കണായിരുന്നു. അയ്യോട്ടാ. ചേച്ചി എന്നാ ഒരെണ്ണം എങ്ങാനും മിസ്സായി. കിട്ടിയില്ലേ കല്ലു? പിടി. എന്തോ ഇത്? ഞാൻ കല്ലെടുത്തിട്ട്. ശിവാനി, മര്യാദക്ക് സത്യം പറഞ്ഞ കളിപ്പിക്കാനും വല്ല ഉദ്ദേശമാണെങ്കിൽ മോളെ സത്യമായിട്ട് ചേച്ചി പാറേ എവിടെ കൊണ്ടുവച്ചത്? ഞാനൊന്നും കൊണ്ടുവച്ചില്ല. കേശു, നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഈ സ്ഥലം അടിച്ചു മാറ്റിയ കാര്യം. സത്യം പറഞ്ഞ അവിടെ കൊണ്ടുവച്ചത് എടുത്ത് താടാ പ്ലീസ്. ഓഹോ, അപ്പൊ നിനക്ക് അറിയായിരുന്നല്ലേ? ഓ തന്നെ, ഞാൻ ഇതെല്ലാം കൊണ്ട് അച്ചാറിട്ട് തിന്നാൻ വെച്ചേക്കണം. ഒരു കാർ ഞാൻ പറഞ്ഞൊക്കെ എല്ലാത്തിനും എടുത്തു. ഇനി ഇതുമല്ല എന്റെ നിലക്കിട്ട ഇതെടുത്ത് മണ്ടടിച്ചാൽ കീറില്ല കേട്ടല്ലോ. എല്ലാത്തിന്റെ കൂടെ മറ്റാണ് മറിച്ചാണ് അത് ഇത്. അമ്മ മാറിക്കേ. എന്റെ മേക്കപ്പ് സാധനങ്ങൾ തൊട്ട് പോരുത്. തൊട്ടാ കൈ ഞാൻ വെട്ടും. ധാരാ പറയുന്നറിയാലോ. ചോനറത്തല ഭവാനി. അമ്മ, ഇതെല്ലാം உங்களுக்கு എங்க இருந்து கிடைச்சது? അതൊക്കെ എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടി. ഒറ്റ ഒരെണ്ണം ഞാൻ തിരിച്ചു തരത്തില്ല. കള്ളന് കഞ്ഞി വെച്ചാണെന്ന് കേട്ടിട്ടേ ഉള്ളു. ഇപ്പൊ കണ്ട്.